ഇത് ഉമേഷ് വള്ളിക്കുന്ന്, പോലീസുകാരനാണ്. സസ്പെൻഷൻ ഓർഡർ കയ്യിൽ കിട്ടിയപ്പോൾ ഡ്യൂട്ടി സ്ഥലത്ത് നിന്നും മടങ്ങുകയാണ്. ചെയ്ത കുറ്റം മുഖ്യമന്ത്രിക്കൊരു ഇമെയിൽ അയച്ചു. പോലീസ് ഗുണ്ടാബന്ധം പലയിടങ്ങളിലുമുണ്ടെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുന്നില്ലെന്നുമാണ് ഇമെയിലിൽ സൂചിപ്പിച്ചിരുന്നത്. മുഖ്യമന്ത്രിയെ വിഷയം ധരിപ്പിക്കാൻ ഇമെയിൽ അയക്കുകയല്ലാതെ മറ്റൊരു മാർഗവും കണ്ടില്ലെന്ന് സസ്പെൻഷനിലായ പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ഉമേഷ് വള്ളിക്കുന്ന് പറയുന്നു. താൻ പ്രോപ്പർ ചാനലിലൂടെ പരാതി നൽകിയാൽ മുഖ്യമന്ത്രിയിലേക്ക് അത് എത്തില്ല. മുഖ്യമന്ത്രിക്ക് പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ശരിയാണ്. അതിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഈ വിവരങ്ങൾ എഴുതിയിട്ട് ഞാൻ CIക്ക് നമ്മുടെ സ്റ്റേഷൻ വഴി കൊടുക്കുന്നു. റൈറ്ററുടെ അടുത്ത് കൊടുക്കുന്നു, റൈറ്റർ CIക്ക് കൊടുക്കുന്നു, CI DYSPക്ക് കൊടുക്കുന്നു, DYSP SPക്ക് കൊടുക്കുന്നു, DIGക്ക് കൊടുക്കുന്നു, IG വഴി. അങ്ങനെയാണ് ഈ ഞാൻ എഴുതിയ സാധനം DGP മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? ഈ സ്റ്റേഷനിലെ CIയെ കുറിച്ചുള്ളൊരു കാര്യം അവിടേക്ക് എത്താതെ മൂടാനും അതിൻ്റെ ഇടയിൽ എന്നെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉപയോഗിച്ച് എനിക്ക് 10 100 അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനും ഇവർക്ക് സാധിക്കും. പോലീസുകാർക്ക് സേനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഒരു ഉരുട്ടിക്കൊലയും ഒരു പോലീസ് സ്റ്റേഷനിലും നടക്കില്ലെന്നും ഉമേഷ് വള്ളിക്കുന്ന് പറയുന്നു. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു അഴിമതിക്കാരനോ ഒരു കൈക്കൂലിക്കാരനോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റേഷനിൽ ഒരു പോലീസുകാരനെ അറിയുള്ളൂ. അയാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അയാളത് പുറത്ത് പറഞ്ഞാലേ ലോകത്തറിയുള്ളൂ. നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഉരുട്ടിക്കൊല നടക്കുന്നു, അപ്പം നമ്മൾ ഘോരം പ്രസംഗിക്കും അവിടെ പോലീസുകാരില്ല, അവർ മനുഷ്യരാണോ എന്ന്. ആ ഒരു മനുഷ്യന്, അവിടെയുള്ള ഒരു മനുഷ്യന് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ ആ സ്റ്റേഷനിൽ ഒരു ഉരുട്ടിക്കൊല നടക്കില്ല. ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുകളിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും തനിക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെങ്കാശിക്ക് അടുത്ത് പോയിട്ട് ഒരു കോടതി ഉത്തരവ് പ്രകാരം വാറണ്ട് നിലവിലുള്ള ഒരു പ്രതിയെ പിടിച്ചുകൊണ്ടുവരികയാണ്. പ്രതിയെ ജാമ്യം കിട്ടുമെന്നുള്ള വിവരങ്ങളും വസ്തുതകളും ധരിപ്പിച്ച് അയാൾക്ക് ജാമ്യക്കാർ റെഡിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവരികയാണ്. അയാൾ ഒരു ദിവസം മുഴുവൻ ലോക്കപ്പിലിട്ടിട്ട് ഞാനാണെന്ന് GD ചാർജ് ഞാൻ കോടതിയിലേക്ക് അയക്കുന്നു. ഞാൻ കോടതിയിൽ 2 പോലീസുകാരുടെ കൂടെ പാസ്പോർട്ട് എഴുതി കൊടുത്ത് അയച്ച പ്രതിയെ വൈകുന്നേരം അവർ തിരിച്ചു കൊണ്ടുവരുന്നു. CI പറയുന്നു സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് CI എന്നെ വിളിച്ചിട്ട് പറയുന്നു ഇയാളെ പത്തനംതിട്ട കൊണ്ടുപോയി വണ്ടി കയറ്റി വിടണം, അടൂർ കൊണ്ടുപോയി വണ്ടി കയറ്റി വിടണം എന്നൊക്കെ പറയുന്നത് ഞാൻ ചെയ്തില്ല. പിറ്റേ ദിവസം അയാൾ വന്നിട്ടാണ് ഈ പ്രതിയെ പറഞ്ഞയച്ചത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ ഉത്തരവ് അനുസരിക്കാത്തതിൻ്റെ നീരസവും വൈരാഗ്യവും അയാൾക്കുണ്ട്. സർവീസിൽ പ്രവേശിച്ച ശേഷം ഇത് 3ാം തവണയാണ് ഉമേഷ് വള്ളിക്കുന്നിന് സസ്പെൻഷൻ ലഭിക്കുന്നത്. വിഷയത്തിൽ കൃത്യമായ വിശദീകരണം മേലുദ്യോഗസ്ഥർക്ക് നൽകുമെന്നും ഉമേഷ് വള്ളിക്കുന്ന് പറഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.